അത് ദിയ പറയാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതെ, ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ നാക്ക് പുഴുത്തു പോകും. നിങ്ങൾ വളരെ സ്വമേധയാ ഭീഷണി ഇല്ലാതെ വളരെ നോർമൽ ആയിട്ടാണ് നിങ്ങൾ പറയുന്നത്. ഇങ്ങനെ അവർ 2000 രൂപ കിട്ടിയാലും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വിധിച്ചെടുക്കും. അവിടെ നിങ്ങൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അത് അതിന് മുന്നത്തെ വീഡിയോ കാണാത്തോണ്ടാണ്. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോടും പറയാം, ചിലപ്പോ അവര് വിശ്വസിച്ചോളൂ. അവര് ഞങ്ങളെ കൊണ്ട് കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് പോലീസാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ അയാൾ പോലീസാണെന്ന് അറിയില്ല. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നും ചെയ്തത്. നട്ടപ്പാതിര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള നിന്റെ ശേഷിയുണ്ടല്ലോ. ഇല്ല കള്ളം പറയുന്നു ആ പന്നെ. അത് നമുക്കറിയില്ല. നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അറിയാലോ. നമുക്ക് 69 ലക്ഷം വന്നിട്ടില്ല. ഞങ്ങൾ കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുവാണ്. ഞങ്ങൾ ജോലിയിൽ നിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അതെങ്കിൽ ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാരിക്ക് ഒരു സ്ട്രെസ് കൊടുക്കണ്ട, പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപാവം. പക്ഷെ ദിയയുടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിനും നമ്മുടെ വീട്ടുകാരി എല്ലാവരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്. നീയൊക്കെ മുക്കൂത്തികളല്ലേ, നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട നിലവാരമേ ഉള്ളൂ. നീയൊക്കെ എന്തിനാണ് എൻ്റെ മോളുടെ ഓഫീസിൽ വന്നത്? നിങ്ങൾക്കൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇടാൻ ഈ ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുബന്ധം? നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഈ ഫോൺ ഉപയോഗിക്കാനൊക്കെ? മേലെ ഇതുപോലത്തെ വർത്തമാനം ആക്ച്വലി പറയരുത്, ആരോടും പറയരുത്. ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ ഇതല്ല കയറി പിടിക്കണ്ടേ. ജാതി മതം ഒന്നും അത് ഭയങ്കര ചീപ്പാണ്. ഡോണ്ട് യൂസ് ദാറ്റ് ജാതി കാർഡ് എനിവേർ. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ലല്ലോ. ജാതി നിങ്ങൾ പറയുന്നത് എനിക്ക് നിങ്ങളെ റിക്രൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളോട് ഫസ്റ്റ് ചോദിച്ചാൽ മതി, എവിടെന്നാ വരുന്നേ, ജാതി എന്താ? ഓക്കെ സോറി, ഇവിടെ നമ്മൾ ഈ ജാതിയിലുള്ളവരെ എടുക്കാറില്ല, യുവർ ഫയർഡ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് ഞങ്ങൾ മാറുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്ത് അന്ന് അവർക്ക് പരാതി വന്നത്? നമ്മൾ മാറി, ഞങ്ങളെ മുന്നിൽ ജോലി നിർത്തി. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. എങ്കിൽ ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാരിക്ക് ഒരു സ്ട്രെസ് കൊടുക്കണ്ട, പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത്. കാരണം ദിയയുടെ ഇങ്ങനത്തെ സ്വഭാവമാണ്. എത്ര ചെയ്താലും ദിയക്ക് ചെയ്തില്ല എന്നുള്ള ഒരു പ്രകൃതം ആയതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. ഇത് പൊളിച്ചു തരാം. എപ്പോഴാണ് എത്ര നാൾ മുമ്പാണ് അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. എന്താണ് ചെയ്തത്? സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് 2 പേർക്കും മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല.